ഹലോ മുത്തുമണികളെ, ഞാൻ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിലാണോ മുത്തുമണികളെ? അതായത് നമുക്ക് പാൽ പായസത്തിന്റെ കൂടെ നമ്മൾ പായസം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നമുക്ക് ഒരു ബോളി കൊണ്ടുവന്ന പായസത്തിന്റെ മുകളിൽ ഇട്ട് തന്നാൽ എങ്ങനെ ഉണ്ടാവും? അതിന്റെ കൂടെ ഒരു മോറിസ് പഴവും കൂടി, അതിൻ്റെയും മുകളിൽ കുറച്ച് ബുന്തി കൂടി ഇട്ട് തന്നാലോ? ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ ഇരിക്കുന്നത്. അതായത് മറ്റുള്ളവരുടെ ദുഃഖം നമുക്ക് ഇത്രയും സന്തോഷം ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ആളുകളുടെ ദുഃഖം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനെന്ന മനുഷ്യനിൽ എനിക്ക് ചില സന്തോഷങ്ങൾ ഉണ്ടാക്കും. അതായത് ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അമ്മയുടെ നെഞ്ചത്തോട്ട് വലിഞ്ഞ് കയറി, എന്നിട്ട് എൻ്റെ അമ്മ ഏതോ ഒരു അളവിൽ അതിരെ വീഡിയോ കണ്ട് വിഷമിച്ചപ്പോൾ എൻ്റെ അമ്മേനെ സന്തോഷിപ്പിക്കാൻ, അല്ലെങ്കിൽ എൻ്റെ അമ്മേനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 25 കിലോമീറ്റർ താണ്ടി എൻ്റെ വയ്യാത്ത മനുഷ്യനെയും കൊണ്ട് ഞാൻ എൻ്റെ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അമ്മയുടെ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയ്ക്ക് മനസ്സിലായി ഇതൊരു സോഷ്യൽ മീഡിയയാണ്, ഇവിടെ നമ്മൾ കൊള്ളുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യും, അത് വിഷയമുള്ള കാര്യമല്ല എന്നുള്ളത് എൻ്റെ അമ്മേനെ പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ തിരിച്ചു വന്നപ്പോൾ ഒരു മദാമ, അയ്യോ ആ മദാമയുടെ കഥ നിങ്ങൾക്കൊന്നും അറിയാൻ പാടില്ലെങ്കിൽ ഒന്നുകൂടി ഞാൻ വിശദീകരിക്കാം. അതായത് ഇവളുടെ കൂടെ ജീവിച്ചിരുന്നവരെല്ലാം ബടക്കാണ്, ഇവളെ പ്രസവിച്ചവർ ബടക്കാണ്, ഇവരെ ഉണ്ടാക്കിയവർ ബടക്കാണ്, ഇവളുടെ കൂടെ ജനിച്ച് വളർന്നവർ ബടക്കാണ്, അയൽക്കാർ ബടക്കാണ്, പള്ളിക്കാർ ബടക്കാണ്, പഞ്ചായത്ത് ബടക്കാണ്, പിന്നെ അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാവരും ബടക്കാണ്. ഈ ലോകത്തിൽ ആകെ ഒരു നല്ല ആളെ ഉള്ളൂ, അതാരാണ്? അത് ഈ അല്ലുടായിപ്പുമ്മയാണ് മക്കളെ. ആ അല്ലുടായിപ്പുമ്മ ഉണ്ടല്ലോ, ഈ അല്ലുടായിപ്പുമ്മേരെ വാർത്ത മക്കളെ, ഈ അല്ലുടായിപ്പുമ്മ അല്ല, വാർത്ത അവിടെ നിൽക്കട്ടെ. ഈ അല്ലുടായിപ്പുമ്മ അടുത്തൊരു 5 മിനിറ്റ് വീഡിയോയുമായിട്ട് അമ്മേ അമ്മേ നിങ്ങളുടെ മോൾ എനിക്ക് ആ വിഹിതമുണ്ടാക്കി, നിങ്ങളുടെ മോളുടെ ചരിത്രമൊക്കെ പുറത്തു വരട്ടെ, എല്ലാരും അറിയട്ടെ, അമ്മേ അമ്മേ. ആരടി നിന്റെ അമ്മ? ആരടി നിന്റെ അമ്മ? അത് എൻ്റെ അമ്മയാണ്, എൻ്റെ അമ്മ. എടി നട്ടലുള്ള ഒരു സ്ത്രീയുടെ അമ്മയാണത്. അവർക്കൊരു വേദന വന്നാൽ, ഒരു വിഷമം വന്നാൽ, അവരിനി അമേരിക്കയിലാണെങ്കിൽ ഞാൻ എത്തും അവരുടെ അടുത്ത്, അവരുടെ കണ്ണീര് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്തും. അവരുടെ മോളെന്ന് പറയുന്നത് ഉപ്പ മോളല്ല, മനസ്സിലായ? ആ അമ്മയുടെ അടുത്ത് എവളൊരു വീഡിയോ, എൻ്റെ പൊന്ന മക്കളെ, ഇല്ലാത്തത് പറയാൻ പാടില്ലല്ലോ. ഈ പന്നലവിലാതി ഒന്നുകിൽ എൻ്റെ തോളി വന്ന് കയറും, അല്ല എൻ്റെ അമ്മയുടെ തോളി വന്ന് കയറും. ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു നാവും വഴങ്ങുന്നില്ല, നിരുപദ്രവകാരിയായ എൻ്റെ മനുഷ്യന്റെ തോളി വന്ന് കയറി. ഇതൊന്നും ഇല്ലെങ്കിൽ എൻ്റെ 2 സുഹൃത്തുക്കളുടെ തോളി ചെന്ന് കയറി. വേറൊരു വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ആരുടെ തോളിൽ ഇവള് വലിഞ്ഞു കയറിയാലും ഇവക്കുള്ളത് ഓൺ ദി സ്പോട്ട് അടുത്ത ദിവസം പടച്ചിറപ്പ് വെച്ചിട്ടുണ്ട് കൊടുക്കും. നമ്മളെന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അതുപോലെ എൻ്റെ അമ്മയ്ക്ക് ഒരു 5 മിനിറ്റ് വീഡിയോ ചെയ്തതിൻ്റെ അന്ന് മുതൽ മോള് റോക്കറ്റ് വിട്ടതുപോലെ ശൂന്യാകാശത്താണ് ഒത്തുപണികളെ, ശൂന്യാകാശത്ത്. ഈ ശൂന്യാകാശത്ത് പോയതിനെ കുറിച്ചല്ല ഞാനിപ്പോൾ പറയുന്നത്. ഇവള് ശൂന്യാകാശത്ത് പോയതിൻ്റെ കൂടെ വേറൊരു സ്ഥലത്ത് കൂടി പോയിരിക്കുകയാണ് മുത്തുമണികളെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, പക്ഷെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളെ ഫക്രുദ്ദീൻ പന്താവൂരിന്റെ ചാനൽ നിങ്ങൾക്കറിയാമല്ലോ, വിശാൽ മീഡിയ. ഈ വിശാൽ മീഡിയ എന്ന് പറയുന്ന ചാനല് സത്യത്തിൽ ഒരു മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരു ചാനലാണ്. ഇതിനെയൊക്കെ പുറമെ ഈ ചാനൽ നടത്തുന്ന പുള്ളിക്കാരൻ ഒരു മാഷാണ്, ഒരു സാറാണ്. അപ്പം അദ്ദേഹത്തിന് ഈ ഇടയ്ക്ക് ഒന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത അന്ന് മുതൽ എൻ്റെ ശത്രുക്കളായിട്ടുള്ള, അതായത് എൻ്റെ ശത്രുക്കൾ അവരാവാനുണ്ടായ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കരമാണ്. ഞാൻ അത് വഴിയെ നിങ്ങൾക്കൊക്കെ പറഞ്ഞു തരാം. ഞാൻ ഒരുപാട് പറഞ്ഞതുമാണ്. പക്ഷെ ഈ ഫക്രുദ്ദീൻ പന്താവൂരിനെ അറസ്റ്റ് ചെയ്ത അന്ന് മുതൽ എൻ്റെ ഈ ശത്രുക്കൾ, അതായത് സൂഫി സഫർ, അഷ്കർ മലബാർ, ഒരു ഡ്രാക്കുള, പിന്നെ ഇപ്പൊ പുതിയ ശത്രുക്കളൊക്കെ വന്നിട്ടുണ്ട്. എനിക്കറിയാൻ പാടില്ല ഇവരൊക്കെ ആരാണ്. ഇവരെല്ലാവരും അറോറ, പിന്നെ പണ്ഡിത, അങ്ങനെയൊക്കെ തുടങ്ങിയ ഒരുപാട് ശത്രുക്കളുടെ ലിസ്റ്റ് എനിക്ക് കൂടുതലാണ്. അപ്പൊ ഇവരെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ഫക്രുദ്ദീൻ പന്താവൂരിനെ അറസ്റ്റ് ചെയ്തതുപോലെ എന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കുന്ന വീഡിയോ ഇവർക്ക് ചെയ്യണോ അത്രേ. മനസ്സിലായ? ഇവർക്ക് ചെയ്യണോ അത്രേ. അപ്പൊ ഇവരിങ്ങനെ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. എന്നാൽ ഇവരുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും ഇവർ തെരുവിലോട്ട് കൊണ്ടുവന്ന് ഇടുന്നുണ്ടാ? ഇട് കുറച്ച് പൊളിക്കും.
ഇവരുടെ ജീവിതകഥ ആരെങ്കിലും പുറത്തോട്ട് കൊണ്ടുവന്നിടുന്നുണ്ടോ? ഒലക്കര മൂടാണ് ഇപ്പൊ കൊണ്ടുവന്നിട്ട് തരും. ഇവരുടെ ഫാമിലി കാര്യങ്ങൾ ആരെങ്കിലും കൊണ്ടുവന്നിടുന്നുണ്ടോ? ഇടു കാത്തിരുന്നോ. ഇതിനെല്ലാം ഇരയായിട്ട് നിന്ന് കൊടുക്കുന്ന ഒരു അലവിലാതിയുണ്ട്. നമ്മൾ അല്ലൂടായപ്പോ ഇവളുടെ കുടുംബവും ഇവളുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും എന്തിന് ഇവൾ അടിയിലിടണ അണ്ടർവെയർ അടക്കം ഇവറ്റകൾക്ക് കൊടുക്കും. ഇവറ്റകൾ അതും പൊക്കി പിടിച്ചിട്ടുണ്ട്. അയ്യോ ഇതിലൊരു ഓട്ട വീണടേ, ഇത് അല്ലുടായി പൂമേരെ ഷഡിയിലൊരു ഓട്ട വീണടേ, ഇതിന് കാരണക്കാരി രായമ്മേനെ ഇന്ന് എന്നെ അറസ്റ്റ് ചെയ്യണം, ഇന്ന് എന്നെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവറ്റകൾ വാലും തുമ്പും ഇല്ലാത്ത വീഡിയോ ചെയ്തുകൊണ്ട് പുറത്തു വരും. അപ്പൊ ഞാൻ അതൊന്നും അല്ല പറയാൻ വേണ്ടിയിട്ട് വന്നത്. ഈ ഫക്രുദ്ദീൻ പന്താവൂരിന്റെ ഒരു കഥയുണ്ടടേ. അതായത് ഞാൻ ഈ ആദ്യം യൂട്യൂബിൽ ഞാൻ വീഡിയോ ചെയ്തു നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചത് എന്ന് പറയുന്നത് അല്ലുടായിപ്പുമേരെ ഉടായിപ്പ് പൊക്കിയതാണല്ലോ. ഈ അല്ലുടായിപ്പുമേരെ ഉടായിപ്പിന്റെ വേരിൽ ഞാനൊരു വിരൽ വെച്ചപ്പോ തന്നെ അല്ലുടായിപ്പുമ്മ കിടുങ്ങിയ ഒരു കിടുക്കമുണ്ട് മക്കളെ. അന്ന് നിങ്ങളെല്ലാം ധരിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് ഈ അല്ലുടായിപ്പുമ്മ എന്ന് പറയുന്നത് ഭയങ്കര പാവം പിടിച്ച ഒരു സ്ത്രീയാണെന്ന്. വേട അയ്യോ അത് ഭയങ്കര ഒരു സാധനമാണ് മക്കളെ. അതൊരു ഗുണ്ടാ ലിസ്റ്റിൽ, ഈ ഗുണ്ടാ ലിസ്റ്റിന്റെ പേരെഴുതുമ്പോ ഫസ്റ്റ് ഇവളുടെ പേര് കാണും, പിന്നെ ഇവറ്റകളുടെയൊക്കെ പേര് വരുവുള്ളൂ. അമ്മാതിരി ഒരു ഗുണ്ടയാണത്. ഈ സാധനം കൊട്ടേഷൻ കൊടുത്ത് ഈ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ട് വീഡിയോ ചെയ്യുന്ന ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് തരം ആൾക്കാരുണ്ട്. ഇതില് പൈസ വാങ്ങിച്ച് വീഡിയോ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അതിൽ പെട്ട ഒരെണ്ണമാണ് ഒരു ചൂപ്പി ചപ്പറണ്ണ. ഈ ചൂപ്പി ചപ്പറണ്ണ ഇവളെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിച്ചും കൊണ്ട് ചൂപ്പി ചപ്പറണ്ണ എന്റെ പിന്നാലെ ഒരു വെച്ച് വരവുണ്ടായിരുന്നു മക്കളെ. പക്ഷെ വന്നിട്ട് എന്നെ ഒന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അന്ന് തുടങ്ങിയതാണ് എന്റെ അവിഹിത ചർച്ച. എടാ നിങ്ങൾ ആലോചിക്കണം, എനിക്ക് അവിഹിതം ഉണ്ടാക്കുമ്പോൾ പോലും നിങ്ങൾക്ക് ഒരു പേരേ കിട്ടുന്നുള്ളൂ. എന്റെ അവിഹിത കഥ നിങ്ങൾ എടുക്കുമ്പോൾ പോലും എനിക്ക് ഒരു പേരേ കിട്ടുന്നുള്ളൂ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്റെ മഹിമ എന്താണ് എന്ന്. ഒരു മോശമായ ഒരു സ്ത്രീ മോശമായ ഒരു ജീവിതം നയിക്കുന്ന, മോശമായിട്ട് അവരുടെ ചരിത്രം മോശമായതാണ് എങ്കിൽ ലോകത്തുള്ള ആണുങ്ങളുടെ മുഴുവൻ പേര് അവരുടെ പിന്നാലെ കാണും. നമ്മൾ അല്ലുടായിപ്പുമ്മ എത്ര പേരാണ്, റഹീം, സനോഫർ, പിന്നെന്തൊന്നും ഷംസുദ്ദീൻ. ഇതൊക്കെ പഠിക്കണമെങ്കിൽ നമ്മളെ ഷെരീഫ് പറയുന്നത് പോലെ അർത്ഥം പൂർത്തിയാക്കുന്നതിനേക്കാൾ പാടാണ് ഈ ലിസ്റ്റുകൾ നമ്മൾ നോക്കിയിട്ട് കാര്യങ്ങൾ പറയണമെങ്കിൽ. അപ്പൊ എനിക്കൊരു കാമുകനെ ഉണ്ടാക്കുമ്പോൾ പോലും നിങ്ങൾക്കൊക്കെ ഒരു പേരെ കിട്ടുന്നുള്ളൂ. ഈ പറഞ്ഞു എങ്ങോട്ടോ പോകുന്നു. ഞാൻ കാര്യം പറയട്ടെ. അതായത് നമ്മളെ ഫക്രുദ്ദീൻ അങ്ങനെ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്കെതിരെ വീഡിയോ ചെയ്യാൻ പൈസയും കൊടുത്ത് ഇറക്കിയ ഒരു അലവലാതിയായിരുന്നു ആ പുന്നാരമോൻ. ഈ പുന്നാരമോൻ എന്താക്കിയെന്നറിയാമോ? പൊന്നു മുത്തുകളെ, ഈ ഫക്രുദ്ദീൻ പന്താവൂരിനെ അറസ്റ്റ് ചെയ്ത പിറ്റേ ദിവസം ഇവനൊരു വീഡിയോ ചെയ്യുകയാണ്. എന്തോന്ന്? ഒരു വാലും തുമ്പുമില്ലാത്ത വീഡിയോ. അതായത് ഫക്രുദ്ദീൻ പന്താവൂരിനെ അറസ്റ്റ് ചെയ്തതുപോലെ നമ്മളെയും അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വലതുവശത്ത് എന്റെ ഫോട്ടോയും ഇടതുവശത്ത് എന്റെ ഐഷൂട്ടിയുടെ ഫോട്ടോയും കൊടുത്തിട്ട് അവൻ വീഡിയോ ചെയ്യുക. ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ അതിന്റെ അകത്ത് കയറി നമ്മൾ അതിന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് എന്ന് പറയുന്നത് ഫക്രുദ്ദീൻ പന്താവൂര് ചെയ്യാത്ത തെറ്റിന് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഈ അറസ്റ്റ് ചെയ്യപ്പെടാൻ കാരണക്കാരായ സ്ത്രീകൾ എന്ന് പറയുന്നത് ഞാനും ഐഷ നേഹയുമാണ്. ഇതാണ് ആ വീഡിയോയുടെ അകത്ത് കയറിയ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എൻ്റെ പൊന്നു മുത്തുകളെ, ഈ വീഡിയോ എന്ന് പറയുന്നത് 48K എങ്ങാണ്ട് ആൾക്കാർ കണ്ട് ഞങ്ങൾ സൈബർ സെല്ലിൽ കേസ് കൊടുത്ത് റിമൂവ് ചെയ്ത ഒരു വീഡിയോ ആണ് കേട്ടോ. അത് ഈ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഐഷൂട്ടിയുടെ കോളേജ് ഗ്രൂപ്പിൽ എൻ്റെ പൊന്നോ 400 പിള്ളേരുള്ള ഗ്രൂപ്പിൽ ഈ ഒരു വീഡിയോ ചെന്ന് വീഴയാണ്. ആ കൊച്ചിന്റെ അവസ്ഥ നിങ്ങളൊന്ന് നോക്കണം. എത്ര പേരോട് അവൾ പറയും ഇത് ഞങ്ങളല്ല, ഇയാൾ അറസ്റ്റ് ചെയ്യാൻ കാരണക്കാര് ഞങ്ങളല്ല, ഞാൻ വേറൊരു വീഡിയോ ചെയ്തതിന് എന്നെ പക തീർത്തതാണ് എന്നുള്ളത് ഈ കുട്ടി എങ്ങനെ പറയും? 21 വയസ്സുള്ള പെൺകുട്ടി പതറി തരിപ്പണമായിപ്പോയി. അന്ന് ആ കുട്ടി കരഞ്ഞ ഒരു കരച്ചിലുണ്ട്. ഇതൊന്നും പോരാ, ആ കുട്ടി ഒരു അക്രമവും കൂടി കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിനുശേഷം 2 ആഴ്ചയോളം കണ്ണിൽ എണ്ണ അഴിച്ച് ഞാൻ ഇവൾക്ക് കാവൽ നിന്നു. അന്ന് അവളോട് ഞാനൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. മുളക്കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പണ്ടാണ് പടച്ച തമ്പുരാൻ പിന്നെ ഇതിനൊക്കെ ഉള്ളത് അവർക്ക് കിട്ടും.
എൻ്റെ പൊന്നു മുത്തുകളെ, ഇന്നലെ ഞാൻ അറിയുന്നു, നമുക്കറിയാമല്ലോ യൂട്യൂബിനേക്കാൾ വ്യൂവേഴ്സ് കൂടുതലുള്ള ഒരു മേഖലയാണ് ഫേസ്ബുക്ക് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഈ ഫേസ്ബുക്കിൽ ഒരു തരം ആൾക്കാരാണ്, അതായത് നന്മയാണോ തിന്മയാണോ ഒന്നും മനസ്സിലാവില്ല, ഒരു ജാതി ആളുകളാണ് അതിൻ്റെ അകത്ത്. എൻ്റെ പൊന്നു മുത്തുമണികളെ, വിശാൽ മീഡിയ എന്ന് പറയുന്ന ആ മാധ്യമത്തിൽ നമ്മുടെ ഉഡായിപ്പുമ്മയുടെ ചരിത്രം, ഭൂമിശാസ്ത്രം, എന്തിനാ കുട്ടിയോട് കാണിച്ച അക്രമം അടക്കം ഫുൾ ഡീറ്റെയിൽസ് വന്നു. ഇത് മാത്രമല്ല, ന്യൂസ് ചാനലുകളിൽ, കേരളത്തിലെ ന്യൂസ് ചാനലുകളിൽ ഇവരുടെ അക്രമം പുറത്താവണം. കാരണം അമ്മാതിരി 4 ആണുങ്ങളുടെ ജീവിതം തകർത്ത്, 3 കുട്ടികളുടെ ജീവിതം, 4 കുട്ടികളുടെ ജീവിതം തകർത്ത് ഇങ്ങനെ ജീവിക്കുന്ന ഈ സ്ത്രീയെ കേരളം ചർച്ച ചെയ്യണം, കേരളം മനസ്സിലാക്കണം. ഇവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിന്റെ പേരിൽ മാത്രം സ്വന്തം മാതാപിതാക്കൾ അടക്കം അപമാനിതരാകുന്നതിനെ കുറിച്ച്, ഇവരുടെ നാവ് കൊണ്ട് അപമാനിതരാകുന്നതിനെ കുറിച്ച് കേരളം ചർച്ച ചെയ്യണം. ഒരു 12 വയസ്സുള്ള പെൺകുട്ടി ഇവരുടെ സ്വന്തം മകളാണ്. ഇവരുടെ സ്വന്തം മകളുടെ പേരില് ഇവര് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് അപരാധിക്കുന്ന, സ്വന്തം മോളെ പോലും അപരാധിക്കുന്ന അപരാധം കേരളം ചർച്ച ചെയ്യണം. കേരളത്തിലെ ന്യൂസ് ചാനലുകാർ മുഴുവൻ ഈ സംഭവം ചർച്ച ചെയ്യണം. ഈ സ്ത്രീയുടെ ഈ അക്രമം, അഴിഞ്ഞാട്ടം നിർത്തലാക്കണം. സ്വന്തം മകളെ പോലും വെറുതെ വിടാത്ത, ആ ഇത്തിരി പോന്ന മകളെ പോലും വെറുതെ വിടാത്ത ഈ സ്ത്രീയുടെ ഈ അക്രമം ചർച്ച ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ എന്തായാലും ഈ വിശാൽ മീഡിയ പോലെ, അതായത് ഞങ്ങളെ കുറിച്ച് അപമാനിച്ച, ഞങ്ങളെ പറഞ്ഞ് അപമാനിച്ച അതേ ചാനലിൽ ആ മനുഷ്യൻ പോലും അറിഞ്ഞിട്ടുണ്ടാവൂല, ഫക്രുദ്ദീൻ മന്ദാവൂര് പോലും അറിഞ്ഞിട്ടുണ്ടാവൂല അങ്ങനെ ഒരു അയാൾ ജയിലിലാവാൻ കാരണം ഞാനും ഐഷ നേഹയും ആണെന്ന്. പക്ഷെ ഇവിടെ അടിച്ചിറങ്ങിയത് എന്ന് പറയുന്നത് ഞാനും ഐഷ നേഹയുമാണ് എന്നുള്ളതാണ്. എന്തായാലും ഞങ്ങളത് സൈബർ സെല്ലിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ 2 വെച്ചിരുന്ന ആ 2 ഫോട്ടോയും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസുകാർ ഏതോ രീതിയിൽ അത് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മരപ്പൊട്ടനാണെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ജാതി ഓഞ്ഞ ഡയലോഗും കൊണ്ട് എന്റെ പിന്നാലെ അവസാനം ഞാൻ ബ്ലോക്ക് ചെയ്ത് കളയുകയാണ് ചെയ്തത് ആ ലവലാദീനം. അപ്പൊ അങ്ങനെ മറ്റുള്ളവർക്ക് പൈസ കൊടുത്തു പോലും ഇവരുടെ ഭാഗത്തെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന വെറും വൃത്തികെട്ട സ്ത്രീയാണ്. ഇതൊരു വലിയൊരു ഗ്യാങ്ങാണ് കേട്ടോ, ഇതൊരു വലിയ ഗ്യാങ്ങാണ്. അതേ കണക്ക് തന്നെ പിന്നെ എന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഒരു ആഴ്ച വൃത്തികെട്ടതുള്ള അടുത്ത് പൈസ കൊടുത്തിട്ട് ഒരു വേസ്റ്റ് ജന്തുവിനെ ഏൽപ്പിച്ചേക്കുന്നു. എടാ, അവിടെയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവര് ചോദിക്കുന്ന കാര്യങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങളും അവരുടെ ഉത്തരങ്ങളും തമ്മിൽ നിങ്ങൾക്ക് തന്നെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ ഒരുപാട് പേരെടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ ഞങ്ങൾക്കത് കാണാൻ പറ്റൂല ബീനെ, ഞങ്ങൾക്കത് ആ വീഡിയോ കാണാൻ പറ്റൂല, ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ വേറൊരു വിഷയം എന്ന് പറയുന്നത് ഞാനും ഇന്ന് വരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് യാതൊന്നും തന്നെ പറയാൻ വേണ്ടിയിട്ട് ആധികാരികതയില്ല. കേൾക്കാൻ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ല. കാരണം ആ ചാനലിൽ ഞാൻ കേറുമ്പോ തന്നെ രതിമൂർച്ചയുടെ സൗണ്ടാണ് കേൾക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മറ്റൊരാളുടെ ഒരു പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് ഛർദിൽ വരും, ഓർക്കാനം വരും. എനിക്ക് എൻ്റെ ജീവിതം, എൻ്റെ ഭർത്താവ്, എൻ്റെ കുഞ്ഞുങ്ങള്, എൻ്റെ പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഭർത്താവിനെ മാത്രമേ ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറ്റൂ. മറ്റാരെ കുറിച്ച് ആര് എന്ത് പറഞ്ഞാലും, അങ്ങനെയുള്ള ഒരു സിനിമയിൽ പോലും അങ്ങനെ ഒരു കെട്ടിപ്പിടിക്കലോ ഉമ്മം വെക്കുന്ന സീനോ കാണുമ്പോൾ ഛർദിക്കുന്ന ഒരാളാണ് ഞാൻ. അത് എൻ്റെ എന്തോ മനസ്സിന്റെ ഒരു പ്രശ്നമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള എനിക്ക് ഒരിക്കലും ആ സ്ത്രീയുടെ വീഡിയോ ഫുള്ള് കാണാൻ വേണ്ടിയിട്ട് പറ്റൂല, കാരണം ഞാൻ ഛർദിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വിഷയം, ഇതിനെയാണ് കർമ്മ എന്ന് പറയുന്നത്. എടേ, കാലം തീർക്കാത്ത കണക്കുകളില്ല എന്ന് പറഞ്ഞതുപോലെ ഇനിയും ഞാൻ പറയുന്നത്, ഈ പൊടി കുട്ടികളെ അടുത്തിരുത്തിക്കൊണ്ട് തെറി വിളിക്കുന്നത് നല്ലതിനല്ല. ആ ബാക്കിയുള്ള 2 കുട്ടികളെയും കൂടി ചൈൽഡ് ലൈൻ ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ കുട്ടികളെ പിടിച്ച് അടുത്തിരുത്തി ഈ നാട്ടുകാരെ തെറി വിളിക്കുന്നത് ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. നാട്ടുകാരാകെ ഇളകിയിട്ടാണുള്ളത്. ഇവരുടെ ഈ പുന്നോട് എന്ന് പറയുന്ന ആ സ്ഥലത്തുള്ള നാട്ടുകാരും പഞ്ചായത്തും
ആകെ ഇളകി മറിഞ്ഞിട്ടാണുള്ളത്. ഇവരുടെ ഈ വൃത്തികേട് കാരണം, ഇവരുടെ ഈ ദുർനടപ്പ് കാരണം ആകെ ആ നാടിന് മൊത്തം നാണക്കേടായിട്ടാണുള്ളത്. ആ പള്ളിന്ന് വരെ ഇവരുടെ പേര് വെട്ടി എന്നുള്ളതാണ് അറിയുന്നത്. അത്രയും അക്രമമുള്ള ഒരു സ്ത്രീയാണ് ഇവരെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വാണിംഗ് തരുകയാണ്. എന്നിട്ട് അയ്യോ എല്ലാത്തിനും കാരണക്കാരി രായമ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പിന്നാലെ വന്നിട്ട് കാര്യമില്ല. ആണെങ്കിൽ ആണെന്ന് തന്നെയാണ്. ഇവിടെ ലോക ചരിത്രത്തിൽ ഉണ്ടാവൂല ഉമ്മാനെ, സ്വന്തം ഉമ്മാനെ തെറി വിളിച്ചവളെ ജീവിതത്തിൽ കയറി സംഹാര താണ്ഡവമാടിയ ഒരു സ്ത്രീനെ കുറിച്ച് നിങ്ങൾക്ക് ഈ ലോക ചരിത്രത്തിൽ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റൂല. അത് ഞാൻ ചെയ്തത് തന്നെയാണ്. മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് ഇനി ഞാൻ വാണിംഗ് ആണ് തരുന്നത്. ഇത് ഞാൻ വാണിംഗ് ആണ്. നിങ്ങൾക്ക് എന്നെ ഭീഷണിപ്പെടുത്താൻ മാത്രമേ നിങ്ങൾക്ക് പറ്റൂ, എന്നെ അപമാനിക്കാൻ മാത്രമേ നിങ്ങൾക്ക് പറ്റൂ. പക്ഷെ ഞാൻ കളിക്കുന്നത് നിയമപരമായിട്ടായിരിക്കും. നിയമപരമായിട്ട് ഞാൻ നിങ്ങളെ പേര് കേസൊന്നും കൊടുക്കൂല. ഇതുപോലെ അടി കൂടി കൊണ്ടുവന്ന് ഞാൻ പണി തരും. ആ പണി കഴിഞ്ഞതിന് ശേഷം അയ്യോ എല്ലാത്തിനും കാരണക്കാരി രായമ്മയാണ് എന്ന് പറഞ്ഞും കൊണ്ട് കിടന്ന് കരഞ്ഞാൽ നിങ്ങൾ അവിടെ കിടന്ന് കാറിക്കൊണ്ടിരിക്കേ ഉള്ളൂ. പണി ഞാൻ തരും, അതിലൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ മക്കളെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് ഇമാതിരി തോന്നിയാസം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോകൾ 1, 2, 3 എന്ന് പറഞ്ഞും കൊണ്ട് പോകും ചൈൽഡ് ലൈനിൽ. കേരളത്തിലെ ന്യൂസ് ചാനലുകാർ മൊത്തം എടുത്തിട്ട് അർമാദിക്കും. ഇപ്പൊ വിശാൽ മീഡിയ എന്ന് പറയുന്ന ഒരു ചാനലിൽ മാത്രമേ ഈ ന്യൂസ് വന്നിട്ടുള്ളൂ. ഇനി മറ്റ് പ്രമുഖ ന്യൂസ് ചാനലുകളിൽ ഈ ന്യൂസ് വരും. അതിലൊരു തർക്കവും ഇല്ല. മനസ്സിലായില്ല?